നമസ്കാരം. വർഷത്തിൽ ഉടനീളം കറുത്ത വാവ് ഉണ്ടെങ്കിലും കർക്കിടക മാസത്തിലെ കറുത്ത വാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാന ദിവസം തന്നെയാണ്. ഇത് പറയാൻ കാര്യം, ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടും വരില്ല യാതൊന്നും തന്നെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ അനാഥനാണ്. ദൈവം തന്നിരിക്കുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും നമുക്ക് അക്കമിട്ട് നികത്തി നമ്മൾ അതും ചിന്തിച്ച് ഇരിക്കാം. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടോ ആ നിമിഷം നമ്മൾ അനാഥര് തന്നെയാണ്. ആ പിതാ ഗുരു ദൈവം എന്ന് തന്നെയാണ്. ദൈവത്തിന് എത്ര സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്? 4-ാം സ്ഥാനമാണ് അല്ലേ? ആദ്യ സ്ഥാനം ആർക്കാണ്? മാതാവിനും പിതാവിനും. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവങ്ങൾ, ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും. അത്തരം ദൈവങ്ങൾ സ്മരിക്കുന്ന ഒരു ഓർമ്മ ദിനമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ കർക്കിടവാവിനോടൊപ്പം തന്നെ മറ്റുള്ള മാസങ്ങളിൽ വരുന്ന വാവ് ദിനത്തെയും കൂടി അവർ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ കർക്കിടവാവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നിടത്തോളം അവർ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ചും കേരളക്കര കൊടുക്കുന്ന അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രാധാന്യം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ അത് അത് ആ ഒരു ദിവസം നമ്മൾ അവർക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അവരുടെ കാര്യം കഴിഞ്ഞിട്ടുള്ള പരിപാടികളേ ഉള്ളൂ കർക്കിടവാവ് ദിനത്തിൽ നമുക്കുള്ള പരിപാടികൾ. അത് കഴിഞ്ഞ് നമ്മുടെ മാതാപിതാക്കളെ ഓർത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്തിട്ട് ഉള്ള ബലിതർപ്പണം എല്ലാം കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ മുൻതൂക്കം കൊടുക്കാറുള്ളൂ. എന്നാൽ മറ്റുള്ള മാസങ്ങളിലെ ബലി ദിവസങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യവും കൊടുക്കാറില്ല. വളരെ അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന സമൂഹം ഇവിടെയുണ്ട്. വാവ് ദിനത്തിൽ പുലർച്ചെ മുതലേ വാവ് ബലിതർപ്പണത്തിന് തയ്യാറായിരിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം ഏതാണ്ട് പുലർച്ചെ 4 മണി കഴിയുമ്പോഴേ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റെ ബലിതർപ്പണങ്ങൾ പൂജാകർമാദികൾ തുടങ്ങാറുണ്ട്. ഇതിനായി പിറക്കാൻ നമുക്ക് മാർഗദർശിനിയും ശില്പികളും ആയിരുന്ന നമ്മുടെ മാതാപിതാക്കളായ ദൈവങ്ങളെ കർക്കിടക വാവ് ദിനത്തിൽ സ്മരിച്ച് ബലിതർപ്പണം നടത്തി അതിലൂടെ നമ്മുടെ ജീവിത സായുജ്യം ധന്യമാകുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും മരണപ്പെട്ടിട്ടുള്ള നമ്മുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെ മാതാപിതാക്കളുടെയോ അനുഗ്രഹം യാതൊരു തടസ്സവും കൂടാതെ എത്തിച്ചേരുകയും ഒപ്പം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ സംതൃപ്തരാകുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ. തീർച്ചയായും എന്ത് തിരക്കുണ്ടെങ്കിലും മരണപ്പെട്ടിട്ടുള്ള മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ നിർബന്ധമായും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ തന്നെ ആ വിശ്വാസ ചൈതന്യം നഷ്ടപ്പെടുത്താതെ നിർബന്ധമായും കർക്കിടക മാസത്തിലെ വാവ് ബലിതർപ്പണം നടത്തുക തന്നെ ചെയ്യണം. ലോകത്ത് നമ്മളിൽ നിന്നും യാതൊന്നും തന്നെ മടക്കി പ്രതീക്ഷിക്കാതെ, പണമോ സമ്പത്തോ സ്നേഹമോ യാതൊന്നും തന്നെ മടക്കി പ്രതീക്ഷിക്കാതെ മുഴുവനും നമുക്ക് തരുന്ന അല്ലെങ്കിൽ തന്നെയാണ് അച്ഛനും അമ്മയും തന്നെയാണ്. അതിലാർക്കും ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞത്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെക്കൻഡ് മുതൽ നമ്മൾ അനാഥരാണ്. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോളം ആവില്ല മറ്റാരും തന്നെയുമല്ല അവരില്ലാത്തടത്തോളം കാലം നമ്മൾ അനാഥർ തന്നെയാണ്. അപ്പം അത്തരം ആ ദൈവങ്ങളായ ആ മാതാപിതാക്കൾക്ക് മക്കളായ നമ്മൾ ചെയ്യേണ്ട വിശ്വാസ ആചാര ബലിതർപ്പണം നിർബന്ധമായും ചെയ്യുക. മക്കളായ നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന തർപ്പണത്തിലൂടെ മാതാപിതാക്കളുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.